വെൽക്കം ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ കസ്റ്റം ക്രിയേറ്റർ. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വാൾ ഡെക്കോറാണ്. അതും ആസ് യൂഷ്വൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതും കൂടാതെ ലോ ബഡ്ജറ്റിൽ. സോ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ ഗായ്സ്, ഇതാണ് ആ സംഭവം. ഇത് ഏകദേശം ഒരു 8-9 കൊല്ലം മുമ്പ് നമ്മൾ ചെയ്ത വർക്കാണ്. ആ സമയത്ത് ഇത് ഷൂട്ട് ചെയ്യാനോ ബാക്കിയുള്ള കാണിക്കാനോ ഉള്ള ഒരു അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, എന്ത് വെച്ച് ചെയ്യാം എന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ്. ഇത് ഈ കാണുന്ന പോലെ കരിങ്കല്ലോ സിമെന്റോ ഇഷ്ടികയോ ഒന്നുമല്ല. ഇത് നിങ്ങളെല്ലാം ഡെയിലി യൂസ് ചെയ്യുന്ന കുറെ സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്ത ഒരു വർക്കാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ അകത്ത് എന്താണ്, ഇത് എന്ത് വെച്ചാണ് ചെയ്തത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇതാണ് സംഭവം. വെറും ന്യൂസ് പേപ്പറും ടിഷ്യൂ പേപ്പറും വെച്ച് ചെയ്ത ഒരു വർക്കാണിത്. ഇതുവരെയൊക്കെ ഡേറ്റ് ഉണ്ടാവും, അത് ഞാൻ കാണിച്ചു തരാം. 2011 ഏപ്രിൽ ശനിയാഴ്ച 30-ാം തീയതി 2011 പേപ്പർ വെച്ചിട്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തതാണ്. ഇപ്പോഴും അത് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത്രയും സാധനമാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടത്. ഫസ്റ്റ് നമുക്ക് ന്യൂസ് പേപ്പർ വേണം. പിന്നെ ഇതാ ടിഷ്യൂ പേപ്പറാണ്. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ. പിന്നെ ഈ ന്യൂസ് പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊരു മാസ്കിംഗ് ടേപ്പ് വേണം. പിന്നെ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നോർമൽ വാൾപുട്ടിയാണ്, ഒരു 1 kg 40 rupees. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി റെഡ് ആയതുകൊണ്ട് ഞങ്ങൾ റെഡ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 inch ബ്രഷ്, ഒരു ഇനാമൽ പെയിൻറ്റ്. ഇത് ഇനാമൽ യൂസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. നമുക്ക് അഴുക്കും പൊടിയൊക്കെ ആയി കഴിഞ്ഞാൽ തൂത്ത് കളയാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഡൈലൂട്ട് ചെയ്യാനുള്ള ടിന്നർ. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ടി വിയുടെ പോർഷനിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സ്പീക്കറിൻ്റെ വയറ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒട്ടിക്കാം. ശരിക്കും ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, കേസിംഗ് ക്യാപ്പ് അടിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കേസിംഗ് ക്യാപ്പ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ പൈപ്പ് ഇട്ടിട്ട് വേണം വയറിങ് ആദ്യം ചെയ്യാൻ. അതിനുശേഷം ബാക്കി ഉള്ള കാര്യങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ ടിഷ്യൂവും ന്യൂസ് പേപ്പറും വെച്ചിട്ട്. Within, here we go, but somehow I'm caught in the middle. Is this the end before we've even begun? Should I work against the flow, a drop in the ocean so endless, reaching for our moments miles above? I just need one, diving in endless space, falling stars, but still I see you, sweet escape, a lovely start, but letting go's the hardest part. Swimming in this deep, deep
അപ്പോൾ നമ്മുടെ പേപ്പർ ഒട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതാ ഇതുപോലെ അൺഈവനായിട്ട് പല ഷേപ്പിൽ നമുക്ക് ഒട്ടിക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ലെയർ ഒട്ടിച്ചു കൊടുക്കണം. നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു സാധനമുണ്ട്, ഫെവിക്കോളും കൂടി നമുക്ക് വേണം, എങ്കിലേ നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഫസ്റ്റ് ലെയർ ടിഷ്യൂ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു 4-5 മണിക്കൂർ എടുക്കും അത് കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ആവാൻ. അപ്പോൾ കുറച്ച് അത്യാവശ്യം ഒന്ന് ഹാർഡാവും. അതിനുശേഷമാണ് നമ്മൾ ഇനി അതിൻ്റെ ഒക്കെ പുട്ടി വെച്ചിട്ട് ഒരു ഫിനിഷിങ് കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ മുകളിൽ വാൾപുട്ടി വെച്ചിട്ട് ഒരു കോട്ടിങ് ചെയ്യാനുണ്ട്. അപ്പൊ അത് ചെയ്യാൻ നേരത്താണ് ഇത് നല്ല സ്ട്രോങ് ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ട് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. ഇനിയിപ്പോൾ ഇത് ഉണങ്ങാൻ കുറച്ചധികം സമയം എടുക്കും. ഏകദേശം ഒരു 7-8 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ട് സെയിം ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് ഉണങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 8 മണിക്കൂർ കൊണ്ടാണ് ഇത് നന്നായിട്ട് ഡ്രൈ ആയത്. ഇനിയിപ്പോൾ നമുക്ക് പെയിന്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഒരു കോട്ടേ ചെയ്തിട്ടുള്ളൂ, 2 കോട്ടിന്റെ ആവശ്യം വന്നില്ല. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഒരു കോട്ടിൽ അത്യാവശ്യം സ്ട്രോങ് ആവുകയാണെങ്കിൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കോട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഇത് മതിയാവും. ഇനിയിപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പെയിന്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ഇനാമൽ പെയിന്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ മാത്രമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ പോർഷൻ
രണ്ടാമത് റീപെയിൻറ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഗായ്സ് നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ എക്സ്പെൻസ് കുറവാണ്. ഒരു 500 റുപ്പീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നത്തെ വീഡിയോന് വേണ്ടി നമ്മൾ മേടിച്ച കുറേ ടിഷ്യൂ പേപ്പേഴ്സ് ബാക്കിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു വാൾ ടെക്സ്ചറിങ് എങ്ങനെ ചെയ്യാമെന്ന് കൂടി കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.